ഹലോ, ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ സന്തോഷം തരുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ഗാർഡനിലുള്ള നമ്മുടെ പ്ലാന്റ്സോ നമ്മുടെ ഫ്ലവേഴ്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഒരു വിൻറ്റേജ് നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഭംഗിയുള്ളത് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിനെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. പ്ലാന്റ്സിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ മാത്രമായിട്ട്. അപ്പോൾ അതിനെ കളക്ട് ചെയ്തിട്ട് ഫ്ലവർ പ്രസ്സിങ് അല്ലെങ്കിൽ പ്ലാന്റ് പ്രസ്സിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഈ ഒരു പാർട്സ് എല്ലാം പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് എടുക്കുക, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു നോട്ട്ബുക്ക്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പേജസിന് ഇടവിട്ട് പ്ലാന്റ്സിൻ്റെ കുറച്ച് പാർട്സ് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ പ്രസ്സിങ് വഴി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൻ്റെ തന്നെ ഒറിജിനൽ ഫീച്ചേഴ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ അതിൻ്റെ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അത് പ്രിസർവ് ആയിട്ടിരിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നല്ല വെയിറ്റ് വെച്ച് കൊടുക്കുമ്പോഴേക്കും അത് കറക്റ്റ് നമ്മൾ വെച്ച ലെവലിന് തന്നെ നല്ല പ്രസ്സായിട്ട് അവിടെ ഇരിക്കും. കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, ബുക്ക് അനക്കാനോ ഒന്നും പാടില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കുറച്ച് ബുക്കിൻ്റെ പേപ്പർ ഇളക്കിയെടുത്താൽ മതി. അത് കളക്ട് ചെയ്യുക. ഒരിത്തിരി നീളവും വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിനകത്തേക്ക് കോഫി പൗഡർ കട്ട് ചെയ്തിടുക. ഇപ്പോൾ കോഫി പൗഡർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോഫി പൗഡർ ഈ ഒരു വെള്ളത്തിന് മിക്സ് ചെയ്തിട്ട് പേപ്പർ അതിനകത്ത് മുക്കിയെടുക്കും. അപ്പോൾ കുറച്ചുകൂടെ കട്ടി വരും പേപ്പറിന്. വിൻറ്റേജ് നോട്ട്ബുക്കിൻ്റെ പേപ്പർ എപ്പോഴും നല്ല കട്ടിയുള്ള ഫ്രഷ് പേപ്പറാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഈ മെത്തേഡിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്, ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഓരോരോ പേപ്പറായിട്ട് ഇതുപോലൊന്ന് മുക്കി അതിനകത്തൊന്ന് കോട്ടിങ്ങെടുക്കുക. അപ്പോൾ ഈ കോഫിയിൽ എന്തിനാണ് മുക്കിയെടുക്കുന്നതെന്ന് ആലോചിക്കുന്നവർക്കുള്ള ഉത്തരം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒത്തിരി പഴക്കമുള്ള ബുക്കോ ഒക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴേക്കും നല്ല ബ്രൗണിഷ് ആയിട്ടുള്ള പേപ്പറും ഒരു പ്രത്യേകതരം ഗന്ധവും ഒക്കെ കാണും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോഫിയിൽ മുക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഉണക്കാൻ വയ്ക്കാം. ഉണക്കിയെടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ കട്ടി വരും ഈ ഒരു പേപ്പർ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഉണങ്ങി കിട്ടിയപ്പോഴേക്കും തന്നെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടെ വടി കണക്കായി ആ ഒരു പേപ്പർ. കുറച്ചുകൂടെ കട്ടി കൂടിയിട്ടുണ്ട്. നല്ല കട്ടി വെച്ച് ഇതുപോലെ ചാർട്ട് പേപ്പറിൻ്റെയൊക്കെ ഒരു ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പഴമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് തീയിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടി തീ മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് തീ കാണിച്ചിട്ട് അപ്പോഴേ ഒന്ന് വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്താലും മതി. അതാണ് കുറച്ചുകൂടെ ഈസി മെത്തേഡ്. അപ്പോൾ അതാകുമ്പോൾ കൈ പൊള്ളുമോ എന്നുള്ളൊരു പേടിയും ഇല്ല. അപ്പോൾ എന്തായാലും ഇത് കുട്ടികൾ അനുകരിക്കല്. പെട്ടെന്ന് തീ പിടിക്കും. കോഫി അതിനകത്ത് ഒഴിച്ചേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് ആളി കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അപ്പോഴേക്കും ഇത്രയും മതി. ഏതെങ്കിലും ഒരു അറ്റം മാത്രം ചെയ്താൽ മതി. നമ്മൾ മറിച്ച് പോകുന്ന ആ ഒരു ഭാഗം മാത്രം ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി പേപ്പേഴ്സും ഇതുപോലെ ചെയ്ത് സെറ്റാക്കി വെക്കാം. ഇനിയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ബൈൻഡിങ് ആണ്. അപ്പോൾ ബൈൻഡിങ്ങിനായിട്ട് ഏതെങ്കിലും രണ്ട് ബൈൻഡ്, ഒന്ന് ബുക്കിൻ്റെ ബൈൻഡ് എടുക്കുക, അല്ലെങ്കിൽ ബൈൻഡ് വാങ്ങിച്ച് അത് ചെയ്യാം. അപ്പോൾ ബൈൻഡ് എടുത്തിട്ടുണ്ട്. ബൈൻഡ് ഇനി അതിൻ്റെ ഒരു പേപ്പറിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ബൈൻഡ് തയ്യാറാക്കാം. അപ്പോൾ എപ്പോഴും പേപ്പറിനേക്കാളും കുറച്ചുകൂടെ നീളം കൂട്ടി ബൈൻഡ് കട്ട് ചെയ്തെടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ബൈൻഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് കുറച്ചുകൂടെ വൃത്തി. അപ്പോൾ ഇതുപോലെ രണ്ട് ബൈൻഡ് ചേർത്ത് വെച്ച് ഫോൾഡ് ചെയ്താണ് ഈ ഒരു ബൈൻഡ് തയ്യാറാക്കിയിരിക്കുന്നത്. പേപ്പറിന് നീളം കുറവാണെങ്കിൽ നമുക്ക് ഒറ്റ ബൈൻഡിൽ തന്നെ ആ ബൈൻഡിനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ആ ഒരു പേപ്പറിന് അതിനകത്താവുന്ന രീതിയിൽ ബൈൻഡ് തയ്യാറാക്കാം.
എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ബൈൻഡിൻ്റെ മുകളിലായിട്ട് ഇത്തിരി ചുളിവുകളുള്ള രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇനി ആ നേരത്തെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സിന് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് വെക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ടിഷ്യൂ ചെയ്താൽ മതി. ഒരു 15 ദിവസത്തോളം ഞാൻ ഇതുപോലെ പ്രിസർവ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോഴേക്കും ഇതെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്, എന്നാൽ പൊളിഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് ആ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ആ ലീഫ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ലീവ്സാണ് വെക്കുന്നത്. ഇത് ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ ലീവ്സാണ്. അപ്പോൾ നല്ല ലവ് അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് ലീഫ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലീഫും കൂടെ കളക്ട് ചെയ്തേക്കുന്നത്. ബാക്കി ഏകദേശം എല്ലാം ഫ്ലവേഴ്സാണ് ബാക്കി പ്ലക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കറ്റ് ഡയറി പോലത്തുള്ള ചെറുത്, നമ്മുടെ പേപ്പറിനെ കുറച്ചുകൂടെ ചെറുതാക്കി കട്ട് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ ചെറിയ ഡയറിയൊക്കെ നമുക്ക് ഇതുപോലെ വിൻറ്റേജ് നോട്ട്ബുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഉണ്ടാക്കിയെടുക്കാം. ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ വളരെ ആപ്റ്റബിളാണിത്. നല്ല ഭംഗിയുള്ളൊരു ബുക്കാണിത്. അപ്പോൾ ബാക്കി കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഒക്കെ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു ജൂട്ടിൻ്റെ ഒരു വള്ളി ഉപയോഗിച്ചിട്ട് ഈ ഒരു ബുക്കിനൊരു കെട്ടും കൂടെ കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട്. ഒരു പഴമത്വം, എപ്പോഴും നമ്മൾ പഴയ ബുക്കുകൾ എടുക്കുമ്പോൾ ഒരു കീയും ലോക്കും ഒക്കെ കാണില്ലേ, അതുപോലെയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് പശ ചേർത്ത് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ബുക്കും തുറന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ ആ ഒരു ഹാർട്ട് ഷേപ്പ് ലീഫ്, ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ അതിൻ്റെ ലീഫ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് എഴുതാം. നമുക്ക് കൊട്ടേഷൻസോ ക്യാപ്ഷൻസോ ഒക്കെ എഴുതി സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിങ്ങിൻ്റെ സ്റ്റേജസോ അല്ലെങ്കിൽ നല്ല സ്പെഷ്യൽ പ്ലാന്റ്സൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ ലൈഫിലെ സ്പെഷ്യൽ മൊമെൻറ്റ്സോ ഒക്കെ എഴുതി സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷം തരുന്ന ഒരു ബുക്കായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ഒരു പുതിയ ഒരു അറിവ് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് കണ്ടൻസ് ഉണ്ട്, ഗാർഡൻ റിലേറ്റഡ് കണ്ടൻസ് ഒരുപാടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ തുടർന്നും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്തേക്കുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.